നന്ദനയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കത്ത് ദേവ് വീണ്ടും വീണ്ടും വായിച്ചു. നിന്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം ഞാനല്ല. അവൻ്റെ കൈകൾ വിറച്ചു. നന്ദന ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് ദേവ്? ദേവ് മറുപടി പറയുന്നതിന് മുൻപ് പുറത്തൊരു കാറിൻ്റെ ശബ്ദം കേട്ടു. ഇരുവരും വാതിലിലേക്ക് നോക്കി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഒരാൾ അകത്തേക്ക് വന്നു. അത് അർജുനായിരുന്നു. ദേവ്, നീ ഈ കത്ത് കണ്ടോ? ദേവ് ഞെട്ടി. നിനക്കിതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നോ? അർജുൻ ഒന്നും മറച്ചുവെക്കാതെ പറഞ്ഞു. അതെ, പക്ഷേ തെളിവില്ലാതെ നിന്നോട് പറയാൻ എനിക്ക് ഭയമായിരുന്നു. നന്ദനയുടെ മുഖത്ത് ആശയക്കുഴപ്പം. എന്താണ് നിങ്ങൾ രണ്ടുപേരും പറയുന്നത്? എൻ്റെ അച്ഛൻ എന്താണ് സംഭവിച്ചത്? അർജുൻ അവളെ നോക്കി. നന്ദന, നിന്റെ അച്ഛൻ ഒരിക്കൽ ദേവിൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അന്ന് നടന്ന ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പിൻ്റെ കുറ്റം അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ടു. നന്ദന ഞെട്ടി. അത് അസാധ്യമാണ്. എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ദേവ് ഉടനെ പറഞ്ഞു. എനിക്കിപ്പോൾ അതാണ് സംശയം. അപ്പോഴാണ് കത്തിലെ അവസാന പേജ് ദേവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ ഒരു പേരുണ്ടായിരുന്നു, മീര. ദേവ് ഞെട്ടി. മീരയ്ക്ക് ഇതുമായി എന്താണ് ബന്ധം? അർജുൻ പറഞ്ഞു. അതറിയാൻ നമ്മൾ അവളെ കണ്ടെത്തണം. അതേസമയം അവരുടെ പിന്നിൽ ആരോ നിന്നിരുന്നു. നന്ദന തിരിഞ്ഞു നോക്കി. വാതിക്കൽ മീര. അവളുടെ മുഖത്തൊരു പുഞ്ചിരി. എന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ദേവ്. അവൾ പതുക്കെ അകത്തേക്ക് നടന്നു. നിങ്ങൾ അറിയേണ്ട സത്യം പറയാൻ ഞാൻ തന്നെ വന്നതാണ്. മീര മുറിയിലേക്ക് കടന്നു വന്നതോടെ അവിടെ ഒരു നിശബ്ദത നിറഞ്ഞു. ദേവ് അവളെ രൂക്ഷമായി നോക്കി. നിനക്ക് ഈ കത്തിനെക്കുറിച്ച് എന്തറിയാം? മീര പതുക്കെ ചിരിച്ചു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ദേവ്. നന്ദന മുന്നോട്ട് വന്നു. എൻ്റെ അച്ഛനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്കറിയുന്നത്? മീര കുറച്ചു നിമിഷം അവളെ നോക്കി നിന്നു. നിന്റെ അച്ഛൻ കുറ്റക്കാരനല്ല. നന്ദന നെട്ടി. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കിയത്? മീര ദേവിനെ നോക്കി. അത് നിന്റെ അച്ഛൻ ചെയ്തതല്ല, മറ്റൊരാൾ ചെയ്തതാണ്. ദേവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ആരാണത്? മീര മറുപടി പറയാതെ ഒരു ഫയൽ ദേവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് നോക്ക്. ദേവ് ഫയൽ തുറന്നു. അതിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ബാങ്ക് ഇടപാടുകളും രേഖകളും ചില ഫോട്ടോകളും ഉണ്ടായിരുന്നു. അവസാന പേജിൽ ഒരു ഒപ്പ്. ആ ഒപ്പ് കണ്ടതോടെ ദേവിൻ്റെ മുഖം മാറി. അത് അവൻ്റെ സ്വന്തം അച്ഛൻ്റെ ഒപ്പായിരുന്നു. ഇതെങ്ങനെ സാധിക്കും? മീര പതുക്കെ പറഞ്ഞു. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് സത്യം പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാഘവൻ സത്യം കണ്ടെത്തിയിരുന്നു. നന്ദന കണ്ണുനീരോടെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ ഇത്രയും വർഷം എന്തിനാണെല്ലാം മറച്ചുവെച്ചത്? മീരയുടെ മുഖം ഗൗരവമായി. നിന്നെ സംരക്ഷിക്കാൻ. ദേവ് ഞെട്ടി. നന്ദനെ സംരക്ഷിക്കാനോ? അതെ, കാരണം ആ സത്യം പുറത്തു വന്നാൽ നിങ്ങളുടെ 2 കുടുംബങ്ങളും ഒരിക്കലും ഒന്നാകില്ലായിരുന്നു. നന്ദന ദേവിനെ നോക്കി. ഇത്രയും കാലം ഒരു കരാറായി തുടങ്ങിയ അവരുടെ ബന്ധത്തിൻ്റെ പിന്നിൽ ഇത്ര വലിയൊരു രഹസ്യമുണ്ടെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. അപ്പോഴാണ് ദേവിൻ്റെ ഫോണിൽ ഒരു കോൾ വന്നത്. അർജുൻ ഫോൺ എടുത്തു ദേവിന് നൽകി. മറുവശത്തു നിന്നൊരു ശബ്ദം. നിങ്ങൾ സത്യം അന്വേഷിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ അടുത്തതായി അപകടത്തിൽപ്പെടുന്നത് നന്ദനയായിരിക്കും. ദേവിൻ്റെ മുഖം കടുത്തു. അവൻ ഉടൻ നന്ദനയുടെ അടുത്തേക്ക് ചെന്നു. ഇനി നീ ഒറ്റയ്ക്ക് എവിടെയും പോകില്ല. നന്ദന അവനെ നോക്കി. എന്തിനാണ് ദേവ്? ദേവ് അവളുടെ കൈ പിടിച്ചു. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. നന്ദനയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ആ നിമിഷം അവൾക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഇനി വെറും കരാർ വിവാഹമല്ല. മീര പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷം ദേവിന്റെ മനസ്സിൽ ഓരോ ഒരു ചിന്തയായിരുന്നു. നന്ദനയെ എങ്ങനെ സുരക്ഷിതയാക്കും? അന്ന് രാത്രി ദേവ് നന്ദനയോട് പറഞ്ഞു. ഇനി കുറച്ചു ദിവസത്തേക്ക് നീ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകരുത്. നന്ദന അവനെ നോക്കി. എന്തിനാണ് ഇത്ര പേടി? ദേവ് ഒന്നും പറയാതെ അവളുടെ കയ്യിൽ നോക്കി. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? അവൻ വാക്ക് പൂർത്തിയാക്കിയില്ല. നന്ദന പതുക്കെ ചോദിച്ചു. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഇത്രയും പേടിയാണോ? ദേവ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അതെ. ഈ ഒരൊറ്റ വാക്ക് നന്ദനയുടെ മനസ്സിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ നന്ദന സാവിത്രിയോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ദേവ് ഓഫീസിലായിരുന്നു. കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ നന്ദനയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് സന്ദേശം വന്നു. നിനക്കറിയാത്ത സത്യങ്ങൾ അന്വേഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. നന്ദന ഭയന്നു. അവൾ ഉടനെ ദേവിനെ വിളിച്ചു. പക്ഷേ ദേവ് ഫോൺ എടുക്കുന്നില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കാറിൻ്റെ മുന്നിലേക്ക് ഒരു വാഹനം പെട്ടെന്ന് വന്നു. ഡ്രൈവർ ബ്രേക്ക് ചെയ്തെങ്കിലും കാർ നിയന്ത്രണം വിട്ടു. സാവിത്രി നിലവിളിച്ചു. നന്ദന! കാർ റോഡിൻ്റെ വശത്തേക്ക് ഇടിച്ചു കയറി. നന്ദനയ്ക്ക് ചെറിയ പരിക്കേറ്റെങ്കിലും സാവിത്രി ബോധരഹിതയായി. നന്ദന ഭയത്തോടെ അവരെ വിളിച്ചു. അമ്മേ, കണ്ണു തുറക്കൂ. അവൾ ഉടനെ ദേവിനെ വിളിച്ചു. ഇത്തവണ ദേവ് ഫോണെടുത്തു. നന്ദന,
ദേവ് അപകടം പറ്റി. അമ്മയ്ക്ക് ബോധമില്ല. ദേവ് ഞെട്ടി. നിങ്ങൾ എവിടെയാണ്? അവൻ ഉടൻ ഓഫീസിൽ നിന്ന് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആശുപത്രിയിലെത്തിയ ദേവ് നന്ദനയെ കണ്ടപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടി. നിനക്കെന്തെങ്കിലും പറ്റിയോ? നന്ദന തല കുനിച്ചു. എനിക്കൊന്നുമില്ല, പക്ഷേ അമ്മ. ദേവ് അവളെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം ഇരുവരും തങ്ങളുടെ വികാരങ്ങൾ മറന്നു. നന്ദനയുടെ കണ്ണുകളിൽ കണ്ണുനീർ, ദേവിൻ്റെ കണ്ണുകളിലും. അപ്പോൾ അർജുൻ ഓടിയെത്തി. ദേവ്, അപകടം നടന്നത് സാധാരണ അപകടമല്ല. ദേവ് തിരിഞ്ഞു നോക്കി. എന്താണ് നീ പറയുന്നത്? അർജുൻ ഫോണിൽ ഒരു വീഡിയോ കാണിച്ചു. അപകടത്തിന് മുമ്പ് നന്ദനയുടെ കാറിനെ പിന്തുടർന്നിരുന്ന ഒരു കറുത്ത കാർ അതിൽ വ്യക്തമായി കാണാമായിരുന്നു. ദേവിൻ്റെ മുഖം കടുത്തു. ഇത് ചെയ്തവനെ ഞാൻ കണ്ടെത്തും. അവൻ നന്ദനയുടെ കൈ മുറുകെ പിടിച്ചു. പക്ഷേ അർജുൻ പറഞ്ഞ അടുത്ത വാക്ക് ദേവിനെ വീണ്ടും ഞെട്ടിച്ചു. ആ കാറിൻ്റെ ഉടമ മീരയാണ്. തുടരും. അപ്പം അടുത്ത പാർട്ടിയിൽ മീരയ്ക്ക് പിന്നിലെ യഥാർത്ഥ വ്യക്തി ആരാന്നുള്ളതും എന്താണ് മീരയുടെ ഉദ്ദേശം എന്നുള്ളതും നമുക്ക് അടുത്ത പാർട്ടിയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ.